അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങൾ, അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മളെല്ലാവരും എല്ലാ ദിവസവും ഓതുന്ന ഒരു സൂറത്താണ് തബാറക സൂറത്ത്. നമ്മളങ്ങനെയാണ് അതിൻ്റെ പേരുകൾ നമ്മൾ പലപ്പോഴും പറയാറുള്ളത്. സൂറത്തുൽ മുൽക്ക്, അതാണ് അതിൻ്റെ ഒരു പേരതാണ്. പിന്നെ ഒരുപാട് പേരുകൾ, തഫ്സീറുകൾ പരതി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പാരായണം ചെയ്തവർക്കുള്ള ഒരുപാട് പുണ്യങ്ങൾ പറയുന്നുണ്ട്. അവിടുന്ന് പറയുന്നുണ്ട്, ഇന്ന സൂറത്ത് ഫിൽ ഖുർആൻ, ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, 30 ആയത്താണ്. ആ ഓതുന്ന പാരായണം ചെയ്ത ആൾക്ക് പൊറുക്കപ്പെടുന്നത് വരെയും ഈ സൂറത്ത് അള്ളാഹുവിനോട് റെക്കമെൻഡ് നടത്തിക്കൊണ്ടിരിക്കും. അത് വഹിയ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന സൂറത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുപോലെ മറ്റൊരു ഹദീസിൽ കാണാം, ഇമാം തിരുമിദി റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ കാണാം, ഖബറിൻ്റെ ശിക്ഷയില്ലെന്ന് ഈ തബാറക സൂറത്ത് നമുക്ക് മോചനം നൽകും. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ റിപ്പോർട്ട് ചെയ്യുന്നൊരു സംഭവം, സഹാബികൾ ഇങ്ങനെ നടന്നു പോവാണ്. അവർ നടന്നു പോകുമ്പോൾ ഒരു ഖബറിൻ്റെ മുകളിൽ അവരുടെ കുന്തം കൊണ്ട് അവരിങ്ങനെ ഒന്ന് കുത്തി. വഹുവ ലാ യഹ്സബു അന്നഹു ഖബർ, അത് ഖബറാണെന്ന് അറിയില്ല. ഖബറാണെന്ന് അവർ അറിഞ്ഞിട്ടില്ല, കാരണം ഖബറിൻ്റെ മുകളിൽ നടക്കാൻ പറ്റില്ലല്ലോ, ഖബറിൻ്റെ മുകളിലൂടെ നടക്കൽ നല്ലതല്ല. പക്ഷെ അവർക്ക് ഖബറാണെന്ന് അറിയില്ല. അങ്ങനെ അവരിങ്ങനെ അവരിൽപ്പെട്ട ഒരാളുടെ കുന്തം കൊണ്ടിങ്ങനെ അത് കുത്തിയപ്പോൾ ആ ഖബറിൻ്റെ ഉള്ളിൽ ഫൈദം ഫി ഇൻസാനുൻ യഖ്റഉ ഫി സൂറ തബാറകല്ലദീ ബിയദിൽ മുൽക്ക് ഹത്താ ഖതമഹ. ആ ഖബറിൻ്റെ ഉള്ളിൽ ഒരാൾ സൂറത്തുൽ മുൽക്ക് ഓതുന്നുണ്ട്. അതിൻ്റെ അവസാനം വരെയും അദ്ദേഹം ഓതുന്നുണ്ട്. അവർക്ക് വലിയ അത്ഭുതമായി. അങ്ങനെ ഫഅത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖ്ബറഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുക്കൽ ഈ വിവരം ചെന്ന് പറഞ്ഞു. അപ്പോൾ ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, ഹിയൽ മാനിഅ ഹിയൽ മുൻജിയ തുൻജി മിൻ അദാബില്ലാഹ്. ഈ സൂറത്തുൽ മുൽക്ക് എന്ന് പറയുന്നത് അത് തെറ്റുകളെ, അത് ശിക്ഷകളെ തടഞ്ഞു നിർത്തുന്നതാണ്, ശിക്ഷയിൽ നിന്ന് രക്ഷ നൽകുന്നതാണ്. അതിൽ മുൻജിയ, മാനിയ എന്നുള്ള പേരുകളാ പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൂറത്തിന് നബിതങ്ങൾ അപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് നബിതങ്ങൾ ഇത് പറയുന്നുണ്ട്, വദിത്തു അന്ന തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് ഫി ഖൽബി കുല്ലി മുഅ്മിനിൻ. ഞാൻ ഇഷ്ടപ്പെടുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ കൊതിക്കുന്നു, എല്ലാ മുഅ്മിനായ ആളും ഈ സൂറത്തുൽ മുൽക്ക് മനഃപ്പാഠമാക്കിയെങ്കിൽ എന്ത്, എല്ലാവരുടെയും ഹൃദയത്തിൽ ഈ സൂറത്തുൽ മുൽക്ക് ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അത്രയും മഹത്വമാണ് സൂറത്തുൽ മുൽക്കിനുള്ളത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.